മഹാഭാരതത്തിലും മറ്റിതര പുരാണങ്ങളിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള അഷ്ടവക്രനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അഷ്ടവക്രൻ ഒരു തവണ രാജസദസ്സിലേക്ക് കടന്നു വരുമ്പോൾ മഹാപണ്ഡിതർ മുഴുവൻ അദ്ദേഹത്തെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അഷ്ടവക്രന്റെ കാര്യം പിടികെട്ടി തൻ്റെ 8 വളവുകളുള്ള ശരീരത്തിൻ്റെ വൈകല്യം കണ്ടുകൊണ്ടാണ് ഈ മഹാപണ്ഡിതർ തന്നെ കളിയാക്കി ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അഷ്ടവക്രൻ മഹാപണ്ഡിതരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല കണ്ടിട്ടുള്ളൂ, എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ ആ മഹാപണ്ഡിതരോട് അഷ്ടവക്രൻ ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ ആ മഹാപണ്ഡിതർ ഞെട്ടിപ്പോയി. കാരണം അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചത്. നാണം കൊണ്ട് തലകുനിക്കും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ മഹാപണ്ഡിതർ തിരിച്ചു കുറച്ച് ചോദ്യങ്ങൾ അഷ്ടവക്രനോട് ചോദിച്ചു. അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നാണം കെടുത്താം എന്ന് വിചാരിച്ചു. പക്ഷേ അഷ്ടവക്രൻ്റെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കേട്ടിട്ട് മഹാപണ്ഡിതർ നാണം കൊണ്ട് തല കുനിച്ചുപോയി. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പീപ്പിൾ. ഒരു മനുഷ്യനെയും അവൻ്റെ ബാഹ്യരൂപം നോക്കി അല്ലെങ്കിൽ ബാഹ്യമായ സൗന്ദര്യം നോക്കി അവരെ ഇകഴ്ത്തി കാണരുത്. ദൈവം എല്ലാ മനുഷ്യരിലും ചില അമൂല്യമായ നിധികൾ നിക്ഷേപിച്ചിട്ടുണ്ട്, ചില കഴിവുകൾ. ചിലരത് പോളിഷ് ചെയ്ത് പുറത്തേക്കെടുക്കും, അപ്പോൾ നമ്മളത് കാണും. പക്ഷേ ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില വൈകല്യങ്ങളുടെ പേരിൽ ഒന്നും ഒരു മനുഷ്യനെയും നമ്മൾ വേർതിരിച്ച് കാണരുത്. വി ഓൾ ആർ ഈക്വൽ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.